السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിരോധനങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിന്റെ പരിപൂർണതക്ക് പല കാര്യങ്ങളെയും അള്ളാഹു ഷർത്താക്കിയിട്ടുണ്ട്. ഈമാനിന്റെ പരിപൂർണതക്ക് പല കാര്യങ്ങളും ഷർത്താണ്. ആ ഷർത്തുകൾ പാലിക്കപ്പെടുമ്പോഴേ ഈമാൻ അത് പരിപൂർണമാകുന്നുള്ളൂ. പരിപൂർണമായ ഈമാൻ പരിപൂർണമായ വിജയത്തിന് നിർബന്ധമാണ്. പരിപൂർണമായ ഈമാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യങ്ങളെ കുറിച്ചും പറഞ്ഞു, ഈമാനിന്റെ പൂർണ്ണതയാണ് അത് എന്ന്. ചിലത് പറഞ്ഞു ഈമാൻ പൂർത്തിയാവുകയില്ല. ചില സ്വഭാവങ്ങൾ, ചില അമലുകൾ ആരെങ്കിലും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഈമാൻ പൂർത്തിയാവുകയില്ല. ഉദാഹരണത്തിന് ഹബ്ബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളുടെ ആരുടെയും ഈമാൻ പൂർത്തിയാവുകയില്ല ഏതുവരെ ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, ഉപ്പാനേക്കാൾ ഉമ്മാനേക്കാൾ ജനങ്ങളെല്ലാവരേക്കാളും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളുടെ ഈമാൻ പരിപൂർണമല്ല. തുടങ്ങി ഒരുപാട് ഹദീസുകൾ. പൂർണ്ണമായ മുസ്ലിം, പൂർണ്ണമായ ഈമാനുള്ളവൻ, ആ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച ഈമാനിന്റെ പൂർത്തീകരണത്തിന് അള്ളാഹു ഷർത്താക്കി വെച്ച ഒന്നാണ് ഹസ്നുൽ ഖുൽഖ്, സൽ സ്വഭാവം. നല്ല സ്വഭാവമുള്ള ആളാവുക, നല്ല സ്വഭാവമുള്ള ആളാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു, അക്മലുൽ മുഅ്മിനീന ഈമാനൻ, അക്മലുൽ മുഅ്മിനീന ഈമാനൻ, പരിപൂർണമായ ഈമാനുള്ളവൻ, അഹാസിനുക്കും ഖുലുഖാ, നിങ്ങളിൽ സ്വഭാവത്തെ നന്നാക്കിയവനാണ്. സ്വഭാവത്തെ നന്നാക്കിയവനാണ് പരിപൂർണമായ ഈമാനുള്ളവൻ, ഈമാനിനെ പൂർത്തിയാക്കിയവൻ. അതുകൊണ്ട് ഈമാനിന്റെ കൂടെ, തൗഹീദിന്റെ കൂടെ നമ്മളുടെ സ്വഭാവം അത് ഇസ്ലാം പഠിപ്പിച്ച, അള്ളാഹു പഠിപ്പിച്ച, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന രൂപത്തിലുള്ള സ്വഭാവ രൂപീകരണം നമ്മളുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. അനിവാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളെ തൗഹീദ് പഠിപ്പിക്കുന്നതോടൊപ്പം അവരുടെ സ്വഭാവവും ശരിയാക്കിക്കൊണ്ടുവന്നു. ഓരോ സന്ദർഭത്തിലും സഹാബാക്കളിൽ നിന്ന് കാണുന്ന
ഓരോ പോരായ്മകളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നികത്തിക്കൊണ്ടേയിരുന്നു. ഓരോ സന്ദർഭത്തിലും എന്തെങ്കിലും നല്ലതല്ലാത്ത അല്ലെങ്കിൽ ചെയ്യേണ്ടത് എങ്ങനെയാണോ അതിൽ നിന്നു വിഭിന്നമായി ചെയ്യുന്നത് കണ്ടാൽ ഉടൻ അല്ലാഹുവിന്റെ റസൂൽ തിരുത്തി. ഈ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളുടെ സ്വഭാവ രൂപീകരണം ഉണ്ടാക്കി. പരുക്കൻ സ്വഭാവക്കാരായിരുന്ന പലരും ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയായി. പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു കൊടുത്തു എങ്ങനെയാവണം പെരുമാറേണ്ടത്. ഒരുപാട് ഉദാഹരണങ്ങൾ. പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയും അതാണ്. ഖൂലൂ ലിന്നാസി ഹുസ്നാ, വഖൂലൂ നിങ്ങൾ പറയണം, ലിന്നാസി ജനങ്ങളോട്, ഹുസ്നൻ നല്ലത് പറയണം, നല്ല രൂപത്തിൽ സംസാരിക്കണം. അള്ളാന്റെ കൽപ്പനയാണ്, ഖുർആനിലെ കൽപ്പനയാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, കല്ലിമൂഹും ത്വയ്യിബാ, അവരോട് നല്ല ത്വയ്യിബായ സംസാരം നിങ്ങൾ സംസാരിക്കും. ത്വയ്യിബായ സംസാരങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നു. വലയ്യിനൂ ലഹും ജാനിബാ, അവരോട് നിങ്ങൾ മൃദുവായിട്ട് നിങ്ങൾ അവരെ സമീപിക്കും. മൃദുവായിട്ട് ലോലമായിട്ട് നിങ്ങൾ അവരെ സമീപിക്കും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ ചില സ്വഭാവങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, ഖുർആനിൽ സ്വർഗവുമായി ബന്ധപ്പെടുത്തി അള്ളാഹു സംസാരിച്ച സ്വഭാവ ഗുണങ്ങൾ അത് നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ ഏറെ പ്രധാനമാണ്. അത് ഖുർആന്റെ ഒരു രീതിയാണ്, ശൈലിയാണ്. ചില സ്വഭാവങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹു അത് സ്വർഗവുമായി ബന്ധപ്പെടുത്തി. അള്ളാഹു പറഞ്ഞു സൂറത്തു ആലു ഇംറാനിൽ, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, വസാരിഉ നിങ്ങൾ ധൃതിപ്പെട്ട് വരിൻ, ധൃതിപ്പെട്ട് നിങ്ങൾ വരണം. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ട് വാ, സ്പീഡാക്ക്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർദ്, ആകാശ ഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ട് വാ. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട സ്വർഗമാണ് എന്ന് അല്ലാഹു പറഞ്ഞു വെച്ചു. ഒന്നാമത്തെ ആയത്ത്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ് ആ സ്വർഗം. ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ എന്ത് വരണം? ധൃതിപ്പെട്ട് വരണം. എന്നിട്ട് തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു ആരാണ് ഈ പറഞ്ഞ മുത്തഖി, മുത്തഖീങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ് ഈ സ്വർഗം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു വിശദീകരിക്കാം. الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. സ്വർഗത്തിലേക്ക് ധൃതിപ്പെട്ട് വരണമെന്ന് പറഞ്ഞിട്ട് അള്ളാഹു വിശദീകരിക്കുന്നു, അല്ലദീന അവർ ഒരു കൂട്ടം ആളുകളാണ്, യുൻഫിഖൂന അവർ ചെലവഴിക്കും, ഫിസ്സറാഇ വദ്ദറാ ക്ഷാമത്തിലും ക്ഷേമത്തിലും. സിഫത്താണ്, ക്വാളിറ്റിയാണത്. ഉണ്ടാകുമ്പോൾ മാത്രം കൊടുക്കുന്ന സിസ്റ്റം അത് ഇസ്ലാം പഠിപ്പിച്ച രീതി അതല്ല. ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും കൊടുക്കും. അതിന്റെ അളവൊന്നും ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല. നിങ്ങൾ ഇത്ര തന്നെ കൊടുക്കണമെന്നൊന്നും നിശ്ചയിച്ചിട്ടില്ല. സറാഉം ദറാഉം, ക്ഷാമവും ക്ഷേമവും, നല്ല അവസ്ഥയും മോശാവസ്ഥയും, രണ്ടവസ്ഥയിലും അവർ ഇൻഫാഖ് ചെയ്യും, കൊടുക്കും, ഉള്ളത് കൊണ്ട് കൊടുക്കും. الذين ينفقون في السراء والضراء والكاظمين الغيظ, കോപത്തെ പിടിച്ചു വെക്കുന്നവർ. ഖുർആൻ സ്വർഗവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ സ്വഭാവങ്ങൾ ശ്രദ്ധിക്കണം. والكاظمين الغيظ, കോപത്തെ പിടിച്ചു വെക്കുന്നവർ. ഉഇദ്ദത് ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞു. മുത്തഖീൻ ആരാണെന്നുള്ള വിശദീകരിക്കുന്നു, الذين ينفقون في السراء والضراء والكاظمين الغيظ, കോപത്തെ പിടിച്ചു വെക്കുന്ന ആളുകൾ. والعافين عن الناس, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്ന ആള്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്ന ആള്. والعافين عن الناس, വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക, പോട്ടെ നോക്കുക, സാരില്ല നോക്കുക. ഭയങ്കര ക്വാളിറ്റിയുടെ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. നമ്മളെല്ലാം കൂടി ശ്രമിക്കുന്നതിന് പകരം
പരിശുദ്ധ ഖുർആനും ഹദീസും അടിവരയിട്ട് നമ്മളെ പഠിപ്പിച്ച ചില സ്വഭാവങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. സ്വഭാവം രണ്ട് രൂപത്തിലാണ്. ഒന്ന്, അള്ളാഹു നമ്മളുടെ വിലാദത്തിൽ തന്നെ ജന്മന നമുക്ക് അള്ളാഹു ഇട്ടു തരുന്ന ചില സ്വഭാവങ്ങൾ. രണ്ടാമത്തേത് കസ്ബി. പണ്ഡിതന്മാർ വിശദീകരിക്കുക. രണ്ടാമത്തേത് കസ്ബിയാണ്, നമ്മൾ ഉണ്ടാക്കേണ്ട സ്വഭാവമാണ്, നമ്മൾ ആർജിച്ചെടുക്കേണ്ട സ്വഭാവ ഗുണങ്ങൾ. അത് നമുക്ക് സംസാരിക്കണം. എങ്ങനെയാണ് സ്വഭാവം ആർജിച്ചെടുക്കുക, എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെയാണ് ഒരു അഖ്ലാഖ് നമ്മൾ നിർമ്മിക്കുക, രൂപീകരിക്കുക. ഇവിടെ ജനങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകുക, ആഫീന അനിന്നാസ്. എന്നിട്ട് അള്ളാഹു പറയണം, അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. മുഹ്സിനീങ്ങളായ ആളുകളെ അള്ളാഹ്ക്ക് ഇഷ്ടാണ്, അള്ളാഹ്ക്ക് ഇഷ്ടാണ്. അതാണ് വഖൂലു ലിന്നാസി ഹുസ്ന. നിങ്ങൾ ജനങ്ങളോട് നല്ലത് സംസാരിക്കണം, നല്ലത് പറയണം. സ്വഭാവം വളരെ പ്രധാനമാണ്. നല്ല തൗഹീദുള്ള ആളാണ്, ഭയങ്കര മനഹജുള്ള ആളാണ്, ഭയങ്കര സലഫിയാണ്, പക്ഷെ സ്വഭാവം പോരട്ടോ. ഇതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്, അങ്ങനെ പറയാൻ പറ്റില്ല. ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നമ്മളുടെ ഈമാനിനെയും നമ്മുടെ തൗഹീദിനെയും നിലനിൽക്ക് നിർത്തേണ്ടത് നമ്മുടെ സ്വഭാവമാണ്, നമ്മുടെ സ്വഭാവമാണ്. നമ്മൾ എടുത്തതിനും തൊട്ടതിനടുത്തതിനും കോപിക്കുകയും ആ കോപത്തിന്റെ ഭാഗമായിട്ട് നാവിൽ നിന്ന് അനാവശ്യം പറയുകയും ചെയ്യുന്ന ആളുകളെ ചിലപ്പോൾ തൗഹീദ് പോലും നഷ്ടപ്പെടുത്തും. ആ കോപം നമ്മുടെ ഈമാൻ പോലും നഷ്ടപ്പെടുത്തും. കുഫ്റിന്റെ വാക്കുകൾ ദേഷ്യം പിടിക്കുമ്പോൾ പറയുന്ന ആളുകളുണ്ട്, കുഫ്റിന്റെ വാക്കുകൾ. നല്ല തൗഹീദുള്ള ആളായിരിക്കും, പക്ഷെ ദേഷ്യം പിടിച്ചു, അങ്ങേയറ്റത്തെ ദേഷ്യത്തിന്റെ അവസ്ഥ. എന്തൊക്കെ വിളിച്ചു പറയാ ആ സംസാരത്തിൽ? കുഫ്റിന്റെ വാക്കുകൾ ഉപയോഗിക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ കുറിച്ച് അനാവശ്യം പറയുന്ന ആളുകൾ, കോപം. അപ്പൊക്കെ ബന്ധപ്പെട്ട് കിടക്കാണ്. അയാളുടെ സ്വഭാവം അയാളുടെ ഈമാനിന്റെ പരിപൂർണതയാണ്, അയാളുടെ തൗഹീദിന്റെ പരിപൂർണതയാണ്, അയാളുടെ ദീനിന്റെ പരിപൂർണതയാണ് അയാളുടെ സ്വഭാവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ രൂപത്തിൽ സഹാബാക്കളെ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് അല്ലാഹു എന്താ പറഞ്ഞേ? വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നബിയെ, താങ്കൾ മഹോന്നതമായ സ്വഭാവത്തിലാണ് നബിയെ, ഏറ്റവും നല്ല സ്വഭാവം. നബി വെറുതെ വയത് പറയായിരുന്നില്ല. നബി 23 വർഷക്കാലം വെറും ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾക്കിടയിൽ ജീവിക്കുകയായിരുന്നു. സഹാബാക്കൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഓരോ നിമിഷവും വാചിയായിരുന്നു നബിയുടെ സ്വഭാവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം. ഒരാൾ വന്നിട്ട്, ഒരു അറാബി വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ പതപ്പ് വലിച്ചു പിന്നിൽ നിന്ന്, നജ്റാനി പതപ്പ്. പാട് വന്നു, ശക്തമായ വലി, വേദനിച്ചു. അള്ളാഹുവിന്റെ റസൂൽ വേദനിക്കും. എന്നിട്ട് പറഞ്ഞു, മുഹമ്മദ്, ബൈത്തുൽ മാലിൽ നിന്ന് എനിക്കുള്ളത് എന്റെ ഓഹരിത, ബൈത്തുൽ മാലിൽ നിന്ന് എനിക്കുള്ള ഓഹരിത. ഒരു അറാബിയാണ്. അനസ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ കഴുത്തിലേക്ക് നോക്കി, വലിയുടെ ശക്തി കാരണം കഴുത്തിൽ പാട് വീണിട്ടുണ്ട്. ഒരു തുണി വലിച്ചിട്ട് കഴുത്തിൽ പാട് വീഴണമെങ്കിൽ അത്രയും ശക്തമായ വലിയാവണം. കഴുത്തിൽ പാട് വീണത് ഞാൻ കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിഞ്ഞു നോക്കി ആ അറാബിയെ നോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്താ ആവശ്യം എന്ന് വെച്ചാൽ കൊടുക്ക്. അനസ്വല്ലാന്ന് പറയാ. അല്ലാഹു റസൂൽ സ്വഭാവം പഠിപ്പിക്കുകയാണ്. എന്തിനും ഏതിനും തൊട്ടതിനും എടുത്തു ചാടി കാര്യങ്ങൾ സംസാരിക്കുന്നവർക്ക് അല്ലാഹു റസൂൽ പാഠം പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, 10 കൊല്ലം നബിയുടെ ഖാദിമായിട്ട് അനസ് റളിയല്ലാഹു അൻഹു ജോലി ചെയ്തു. 10 കൊല്ലം ഖാദിമായിട്ട്. ഖാദിം എന്ന് പറഞ്ഞാൽ നമ്മൾ കൽപ്പിക്കുന്ന ആളാണ്, അല്ലെ? അത് ചെയ്യ്, ഇത് ചെയ്യ്, അതെന്തുകൊണ്ട് ചെയ്തില്ല, ഇതെന്തുകൊണ്ട് ചെയ്തില്ല, അല്ലെ? നമ്മുടെ ജോലിക്കാരാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ കീഴിൽ 10 കൊല്ലം ഖാദിമായിട്ട് ജോലി ചെയ്തു. ഒരിക്കൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞാൻ ചെയ്തൊരു കാര്യത്തെ എന്തിനാണ് അനസേ അത് ചെയ്തത് എന്നോ, ഞാൻ ചെയ്യാത്തൊരു കാര്യത്തെ എന്തുകൊണ്ട് അനസേ നീ അത് ചെയ്തില്ല എന്നോ എൻ്റെ ഹബീബ് എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വഭാവം പഠിപ്പിക്കുകയാണ് ഉമ്മത്തിനെ.
സ്വഭാവം പഠിപ്പിക്കുകയാണ്. അബൂ സുഫിയാൻ പറയുന്നുണ്ട് മുഹമ്മദിന്റെ അനുയായികൾ, ഞാൻ ഒരുപാട് രാജാക്കന്മാരെ കണ്ടിട്ടുണ്ട്, ആ രാജാവിന്റെ അനുയായികളെയും കണ്ടിട്ടുണ്ട്. പക്ഷേ മുഹമ്മദിന്റെ അനുയായികൾ മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെ ഒരാളും ഒരാളെയും സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. സ്നേഹിക്കാതിരിക്കാൻ വയ്യ ആ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സഹാബി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് സംസാരിക്കുകയാണ്. ആ സഹാബിക്ക് തോന്നുകയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ സംസാരം കേട്ടിട്ട് മുഹമ്മദ് നബിക്ക് ഏറ്റവും ഇഷ്ടം എന്നോടാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ആ സംസാരം കേട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് സംസാരിച്ചപ്പോൾ ആ സഹാബിക്ക് തോന്നുകയാണ് മുഹമ്മദ് നബിക്ക് ഏറ്റവും ഇഷ്ടം എന്നോടാണ് എന്ന് തോന്നുകയാണ്. ആ സഹാബി ചോദിച്ചു, അത് അള്ളാഹുവിന്റെ റസൂലിന്റെ വായിൽ നിന്ന് കേൾക്കാൻ, നബിയെ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ്? അപ്പൊ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ, എനിക്ക് ആയിഷാനോടാണ് ഏറ്റവും ഇഷ്ടം. ആ സഹാബി ചോദിച്ചു, സുമ്മമൻ, പിന്നാരാണ്? അബൂഹ, ഓളുപ്പ അബൂബക്കർ സിദ്ദീഖ്. സുമ്മമൻ, സുമ്മ ഉമർ. അള്ളാഹു റസൂൽ ഇങ്ങനെ എണ്ണി. സഹാബി പറയാണ്, ഞാൻ ചോദ്യം നിർത്തി. അഥവാ കൂട്ടത്തിൽ എൻ്റെ പേര് പറഞ്ഞിട്ടില്ല എനിക്ക് സങ്കടം വരും, അതുകൊണ്ട് ഞാൻ നിർത്തി. പക്ഷേ എന്തുകൊണ്ടാണ് ചോദിച്ചത്? അള്ളാഹുന്റെ റസൂലിന്റെ കൂടെ സംസാരിച്ചപ്പോൾ സഹാബിക്ക് തോന്നുകയാണ് നബിക്ക് ലോകത്തെ ഏറ്റവും ഇഷ്ടം എന്നോടാണ്. ആ രൂപത്തിൽ അള്ളാഹുന്റെ റസൂൽ സംസാരിച്ചു എല്ലാവരോടും. ആ രൂപത്തിൽ സംസാരിച്ചു. യമാമയിൽ നിന്ന് സുമാമ എന്ന് പറയുന്ന അവിടുത്തെ പ്രമാണിയെ പിടിച്ചു. സഹാബാക്കൾ ബന്ദിയാക്കി കൊണ്ടുവന്നു മദീന പള്ളിയിൽ കെട്ടിയിട്ടു. ഓരോ ദിവസം അള്ളാഹുവിന്റെ റസൂൽ വന്നിട്ട് ചോദിക്കും, സുമാമ, എന്താണ് നിന്റെ തീരുമാനം? ഇസ്ലാം സ്വീകരിക്കുന്നില്ലേ? അള്ളാഹുവിന്റെ റസൂൽ സഹാബാക്കളോട് പറഞ്ഞു, എന്താണോ ആവശ്യം അതൊക്കെ ചെയ്തു കൊടുക്കണം. സഹാബാക്കള് 3 ദിവസം പോറ്റുക. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കളെ അനുഭവിക്കാണ് ആ വ്യക്തി 3 ദിവസം. ഓരോ ദിവസം അള്ളാഹുവിന്റെ റസൂൽ വന്നിട്ട് പറയും, എന്തുണ്ട് സുമാമ, എന്താണ് നിന്റെ വിഷയം, എന്താണ് നിന്റെ തീരുമാനം? ഇല്ല മുഹമ്മദേ, ഞാനില്ല. 2-ാമത്തെ ദിവസമായി. 3-ാമത്തെ ദിവസം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് പറയാണ് രാവിലെ, സുമാമ, എന്താണ് നിന്റെ തീരുമാനം? 3-ാമത്തെ ദിവസം സുമാമ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, മുഹമ്മദേ, ഈ നിമിഷത്തിന് മുമ്പ് എനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ട മതം അത് ഇസ്ലാമായിരുന്നു. ഈ നിമിഷം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മതം അത് ഇസ്ലാമാണ്. ഇതുവരെ എനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ട ആളുകൾ മുഹമ്മദേ നിന്റെ ആളുകളാണ്. ഇന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ നിന്റെ ആളുകളാണ്. ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ട മുഖം മുഹമ്മദേ അത് നിന്റെ മുഖമാണ്. ഇന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുഖം മുഹമ്മദേ അത് നിന്റെ മുഖമാണ് എന്ന് തിരുത്തി പറയിപ്പിച്ചു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിച്ചവർക്ക് മുമ്പിൽ നല്ല സ്വഭാവം കൊണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞു, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നമുക്ക് ദഅവത്തിന് ആവശ്യമാണ്, നല്ല സ്വഭാവം ആവശ്യമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറഞ്ഞില്ലേ, നബിയെ താങ്കളുടെ സ്വഭാവം അത് പരുക്കൻ സ്വഭാവമായിരുന്നെങ്കിൽ ആരും നബിയെ താങ്കളുടെ ചുറ്റുണ്ടാവുമായിരുന്നില്ല, എല്ലാവരും പോകും, ആർക്കും ഇഷ്ടപ്പെടൂല. അതുകൊണ്ട് ലയ്യനാവണം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഫിറഔന്റെ കൊട്ടാരത്തിലേക്ക് ഫിറഔൻ അത്രയും ആ രൂപത്തിൽ മോശമായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. ആർക്കും വകവെച്ചു കൊടുക്കാതെ വളരെ മോശമായ രൂപത്തിൽ സംസാരിച്ച് അധികാരത്തിന്റെ ഹൊങ്ക് കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു ഫിറഔന്റെ കൊട്ടാരത്തിലേക്ക് പോകാൻ പറയുന്നത്. മൂസാ നബിയും ഇച്ചിരി ശൗര്യക്കാരനാണ്. അവിടെ പോയിട്ട് പൊട്ടിത്തെറിച്ച് സംസാരിക്കാൻ മൂസാ നബിക്ക് ഒരു പക്ഷെ കഴിയും. പക്ഷെ അള്ളാഹു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും പറഞ്ഞയക്കുമ്പോൾ പറയുന്നത് എന്താണ്? മൂസ, നീ ഫിറഔന്റെ അടുത്തേക്ക് പോകണം. ഇദ്ഹബാ ഇലാ ഫിറഔന ഇന്നഹു തഗാ. നിങ്ങൾ രണ്ടുപേരും ഫിറഔന്റെ അടുത്തേക്ക് പോകണം, അവൻ അതിക്രമം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറ ഔ യഖ്ശാ. എന്നിട്ട് നിങ്ങൾ ഫിറഔനോട് മൃദുലമായിട്ട് സംസാരിക്കണം. ഖുർആൻ ദഅവത്ത് പഠിപ്പിക്കുക.
മൃദുലമായിട്ട് ലയ്യനായിട്ട് സംസാരിക്കണം. കട്ടിയുള്ള വാക്കുകൾ ഉപയോഗിക്കണ്ട, മൂർച്ചയുള്ള വാക്കുകൾ ഉപയോഗിക്കണ്ട. നമുക്കൊക്കെ പലപ്പോഴും പാളിപ്പോവാണ് അല്ലെ? നമ്മൾ കയ്യിൽ നിന്ന് പോവാണ്. ദഅവത്തായാലും നസീഹത്തായാലും നമ്മൾ എന്തോ അടിച്ചേൽപ്പിച്ച് അവരെ കൊണ്ട് അതിങ്ങനെ എങ്ങനെയെങ്കിലും വിശ്വസിപ്പിച്ച് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജയിച്ച് ആളുകൾക്ക് എന്തൊക്കെയോ ആയിപ്പോവാണ് നമ്മുടെ ദഅവത്തൊക്കെ. ചിലപ്പോ അല്ലാഹു പറയാണ് ഫഖൂലു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കർ ഔ യഖ്ശ. ഒരുപക്ഷെ അവൻ ചിന്തിച്ചേക്കാം, അല്ലെങ്കിൽ അള്ളാഹിനെ പേടിച്ചേക്കാം. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ മൂസ നീ ലയ്യനായിട്ട് മൃദുലമായിട്ട് സംസാരിക്കണം. നമുക്ക് ഇസ്ലാമിന്റെ സ്വഭാവം പഠിപ്പിക്കാണ് ഇസ്ലാം. എവിടെയാണ് ഇസ്ലാമിൽ ക്രൂരതയുള്ളത്? ഭീകരവാദവും തീവ്രവാദവും ഇസ്ലാമിൽ നിന്ന് എവിടെയോ കിടക്കാണ്. മൃഗങ്ങളോട് പോലും ജീവജാലങ്ങളോട് പോലും കരുണ വേണം, കാരുണ്യം കാണിക്കണം എന്ന് പഠിപ്പിച്ച ഇസ്ലാമിന്റെ അയലത്ത് വെക്കാൻ പറ്റോ ക്രൂരത, തീവ്രവാദം, ഭീകരവാദം? ഇല്ല. എവിടെ കിടക്കാണ്? ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ രൂപത്തിലുള്ളതിനെ കുറിച്ച് സംസാരിക്കാനേ പാടില്ല. അതൊരിക്കലും യോജിക്കൂല. ആ രൂപത്തിൽ ലോകത്തെ സമാധാനത്തിന്റെയും കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും തൂവൽ പക്ഷികളെ പ്രത്യേക മതമാണ് ഇസ്ലാം. ആ രൂപത്തിൽ സ്നേഹം കൊണ്ട് പരസ്പരം പൊതിയണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അമുസ്ലിം ആണെങ്കിലും അവൻ നിന്റെ മതത്തോട് അല്ലെങ്കിൽ നിന്നെ മതത്തിൽ നിന്ന് പുറത്താക്കാത്ത ആ രൂപത്തിൽ നിനക്കൊരു അക്രമിയാവാത്തെടുത്തോളം കാലം നീ അവനോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചെങ്കിൽ, ഈ രൂപത്തിൽ ആദർശത്തിൽ തീവ്രത കാണിക്കുന്ന ഇസ്ലാം ഒരു തരത്തിലും അല്ലാഹുവല്ലാത്ത ഒരു മതത്തിന്റെ ഇലാഹുകളെയും ഒരു നിലക്കും അംഗീകരിക്കാൻ അനുവദിക്കാത്ത ഇസ്ലാം, ഒരു മതത്തിന്റെയും ഒരു ആഘോഷത്തെയും അംഗീകരിക്കാത്ത ഇസ്ലാം, ഒരു മതത്തിന്റെയും ഒരു അടയാളത്തെയും അംഗീകരിക്കാത്ത ഇസ്ലാം, ഒരു മതത്തിന്റെയും ഒരു അനുഷ്ഠാനത്തെയും അംഗീകരിക്കാത്ത ഇസ്ലാം, ഒരു മതത്തിന്റെ ഒന്നിനെയും അംഗീകരിക്കാത്ത ഇസ്ലാം പറഞ്ഞു ആ മതത്തിന്റെ ആളുകളോട് നിങ്ങൾ നല്ല രൂപത്തിൽ പെരുമാറിയേക്കണം, അവരോട് മോശമായിട്ട് നിങ്ങൾ പെരുമാറരുത്. അല്ലാഹു പറയാ, നീതി കാണിക്കണം നിങ്ങൾ അവരോട്. അവരുടെ മതത്തിന്റെ ഒന്നും ഒരു നിലക്കും അതെടുക്കാൻ നിങ്ങൾക്ക് പെർമിഷൻ ഇല്ല. നിങ്ങൾ ഔട്ടായി പോകും, ഇസ്ലാം എന്ന് പുറത്തായി പോകും. ഏതെങ്കിലും മതത്തിന്റെ ആശയത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഇസ്ലാം എന്ന് പുറത്താണ്. ഏതെങ്കിലും മതത്തിന്റെ ആദർശത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഏതെങ്കിലും മതത്തിന്റെ അനുഷ്ഠാനത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാം എന്ന് പുറത്താണ്. ഏതെങ്കിലും മതത്തിന്റെ വിശ്വാസത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ആ രൂപത്തിൽ കണിശമായിട്ട് ആദർശം പഠിപ്പിച്ച ഇസ്ലാം അള്ളാഹു പറഞ്ഞു, നിങ്ങൾ അവർ ദീനിന്റെ പേരിൽ ആക്രമിക്കാത്തിടത്തോളം നിങ്ങൾ അവരോട് നീതി കാണിക്കണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. നീതി കാണിക്കുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയൽവാസിയോട് നല്ല രൂപത്തിൽ പെരുമാറാൻ പഠിപ്പിച്ചു. അവൻ ഏത് മതക്കാരനായാലും ശരി, കാരണം മനുഷ്യനോട് മനുഷ്യത്വം കാണിക്കണം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. മനുഷ്യനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച ഇസ്ലാം മാനുഷികമായ സർവ്വ പരിഗണനയും അവന് നൽകണം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് നല്ല സ്വഭാവം പഠിപ്പിച്ചു. ഒരു മുസ്ലിമിന് നല്ല ഒരു സ്വഭാവക്കാരനാവാനേ പറ്റൂ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശത്രുവായിട്ട് കണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ആദർശത്തെ ശത്രു ആദർശമായി കണ്ട് ഒരു നിലക്കും അതിനെ അംഗീകരിക്കാത്തവർ പോലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തിന് 100 മാർക്ക് കൊടുത്തു. 100 മാർക്ക് കൊടുത്തു. കാരണം ഒന്നും പറയാൻ കഴിയുന്നില്ല ശത്രുക്കൾക്ക് പോലും. അവർ സ്നേഹിച്ചു പോവാണ്, മുഹമ്മദിനെ സ്നേഹിച്ചു പോവാണ് അല്ലെ? നമ്മൾ സാധാരണ പറയാറുണ്ട്, എച്ച്ഹാർട്ട് എന്ന് പറയുന്ന എഴുത്തുകാരൻ മൈക്കൽ എച്ച്ഹാർട്ട് ഒരു ഗ്രന്ഥം എഴുതാൻ തീരുമാനിച്ചു, ഒരു ബുക്ക് എഴുതാൻ തീരുമാനിച്ചു. എന്താണ് ആ ബുക്കിന്റെ തീം? ലോകം സ്വാധീനിച്ച 100 വ്യക്തികളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ബുക്ക്. ലോകം സ്വാധീനിച്ച 100 വ്യക്തികളെ മൂപ്പര് സെലക്ട് ചെയ്യാണ്, പഠിച്ചിട്ട് ഓരോരുത്തരെ കുറിച്ച് പഠിച്ചിട്ട് ലോകം സ്വാധീനിച്ച 100 വ്യക്തികളെ ഉൾപ്പെടുത്തിയുള്ള കിതാബ്, ഒരു ബുക്ക് എഴുതാൻ തീരുമാനിച്ചു. അദ്ദേഹം ദി 100 എന്നതിന് പേര് കൊടുത്തു. അതിൽ 1-ാം സ്ഥാനം നൽകി അദ്ദേഹം ആദരിച്ചു. ക്രിസ്ത്യാനിയായ അയാൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1-ാം സ്ഥാനത്ത് എഴുതി.
വിമർശകർ ചോദിച്ചു, ഒരു ക്രിസ്ത്യാനിയായിരിക്കെ എന്തുകൊണ്ട് മുഹമ്മദിന് 1-ാം സ്ഥാനം കൊടുത്തു? ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അദ്ദേഹത്തിന്റെ കൃതിയിൽ 4-ാം സ്ഥാനത്ത് വെച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാർ തുല്യരാണ്. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാനുഷികമായും സാമൂഹികമായും മതപരമായും മുഹമ്മദിനെ കവച്ചു വെക്കാൻ രണ്ടാമതൊരാളെ ഞാൻ എൻ്റെ പഠനത്തിൽ കണ്ടിട്ടില്ല. ആ രൂപത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മികച്ച ഒരു ഉമ്മത്തിനെ വാർത്തെടുത്തു, സഹാബാക്കളെ വാർത്തെടുത്തു. ശൗര്യക്കാരായ സഹാബാക്കൾ അള്ളാഹുവിന്റെ റസൂല് പലപ്പോഴും പിടിച്ചു. വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും മൂല്യം നിറഞ്ഞ വാക്കുകൾ കൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടിഞ്ഞാണിട്ടു. ഒരാൾ വന്നിട്ട് ചോദിച്ചു, നബിയെ എന്നൊന്ന് ഉപദേശിക്കണം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ കോപിക്കണ്ട. പിന്നെ നബിയെ, നീ കോപിക്കണ്ട. പിന്നെയോ, നീ കോപിക്കണ്ട. അയാൾ തിരിച്ചുപോയി. അള്ളാഹുവിന്റെ റസൂൽ ഉപദേശം. വേറൊരാൾ വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യുന്നാസി അഫ്ളൽ, ഏറ്റവും നല്ല മനുഷ്യനാരാ നബിയെ? പലർക്കും പലതും അറിയാൻ ആഗ്രഹം. അള്ളാഹുവിന്റെ റസൂലിന്റെ മുറ്റത്ത് വന്നിരുന്ന്, ആ പ്രിയപ്പെട്ട ഗുരുനാഥന്റെ അടുത്ത് വന്നിരുന്ന സഹാബാക്കൾ ഓരോന്ന് ചോദിച്ചു, നബിയെ ഏറ്റവും നല്ല മനുഷ്യനാരാണ്? ഈ വ്യക്തി വന്നിട്ട് ചോദിച്ചതാ, ഏറ്റവും നല്ല മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആളാണ് അഫ്ളലുന്നാസ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു മഖ്മൂമിൽ ഖൽബ് വസദൂഖുൽ ലിസാൻ. രണ്ട് കാര്യം പറഞ്ഞു, മഖ്മൂമുൽ ഖൽബും സദൂഖുൽ ലിസാൻ. ഈ വന്നാള് പറഞ്ഞു, നബിയെ സദൂഖുൽ ലിസാൻ എന്ന് പറഞ്ഞ് നമുക്ക് തിരിഞ്ഞു. സത്യം മാത്രം പറയുന്ന നാവുള്ളവൻ, കളവ് പറയില്ല, ആരെയും പറ്റിക്കൂല, ഉള്ളതുപോലെ പറയുള്ളൂ. സത്യം മാത്രം പറയുന്ന നാവുള്ളവൻ ജനങ്ങളുടെ കൂടെ ഏറ്റവും നല്ലവനാണ്. അവന്റെ നാവിൽ നിന്ന് പറ്റിക്കൽ വരൂല, ചതി വരൂല, വഞ്ചന വരൂല, അനാവശ്യമായ ഒന്നും വരൂല. നല്ലതേ വരുള്ളൂ, സത്യം മാത്രമേ പറയുള്ളൂ. നബിയെ, മഖ്മൂമുൽ ഖൽബ് എന്നാൽ താങ്കൾ എന്താണ് ഉദ്ദേശിച്ചത്? നമുക്ക് തിരിഞ്ഞിട്ടില്ല. എന്താണ് മഖ്മൂമുൽ ഖൽബ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഖ്മൂമുൽ ഖൽബ് എന്താണെന്ന് വിശദീകരിച്ചു. ഹുവത് തഖിയ്യുൻ നഖി. ഹുവത് തഖിയ്യുൻ നഖി, അത് പരിശുദ്ധമായ ഒരു ഹൃദയമാണ്, ശുദ്ധമായ ഒരു ഹൃദയമാണ്. എന്താണ് ആ ഹൃദയത്തിന്റെ പ്രത്യേകത? ലാ ഇസ്മ ഫീഹി, അതിൽ പാപക്കറകളില്ല. വലാ ബഗ്യ വലാ ഗില്ല വലാ ഹസദ, വിദ്വേഷമില്ലാത്ത, പകയില്ലാത്ത, അസൂയയില്ലാത്ത ഒരു ഹൃദയത്തിന്റെ ഉടമയാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായവൻ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോട് വിദ്വേഷമില്ല, മനസ്സിൽ കുറേ ആളോട് വെറുപ്പ്, ഓനെ എനിക്കിഷ്ടമല്ല, ഓന് ശരിയല്ല, ഇവൻ ശരിയല്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും എനിക്കിഷ്ടം, എല്ലാവരും നല്ലത് അല്ലെ? ഓരോരുത്തരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവരൊക്കെയാണ്. നമുക്കാണ് അവരെ പിടിക്കാത്തത്. ആരോടും ഹൃദയത്തിൽ ആരോടും നമുക്ക് എന്തുണ്ടാവരുത്? വെറുപ്പ് വെച്ച് നടക്കരുത്. ഒരുപാട് ആളുകളുണ്ട്, ഓരോട് എനിക്ക് വെറുപ്പാ, ഓനടുത്തേക്ക് പോകൂല, ഓനായിട്ട് മിണ്ടൂല, യാദൃശ്ചികമായിട്ട് അവനെ കാണേണ്ടി വന്നാൽ മുഖം തിരിച്ച് നടക്കുക, മീൻഡാക്കാൻ നടക്കുക. ഇതൊന്നും ഒരു മുസ്ലിമിന്റെ സ്വഭാവമല്ല, നല്ലൊരു മുസ്ലിമിന്റെ രീതിയല്ല. മഹ്മൂമുൽ ഖൽബ് എന്നാൽ അവന്റെ ഹൃദയം ശുദ്ധമാണ്. ആരോട് വിദ്വേഷമില്ല, വെറുപ്പില്ല, അസൂയയില്ല. ഒരാൾക്ക് എന്താ നിഅമത്ത് കിട്ടിയിട്ടുണ്ട്, അവൻ നല്ല ഉയർന്നുകൊണ്ടിരിക്കുകയാണ്, മനസ്സിൽ ഒരു പ്രശ്നമില്ല. അള്ളാഹു നിനക്ക് തന്നത് അള്ളാഹു നിലനിർത്തി തരട്ടെ എന്ന ദുആ മാത്രം. അള്ളാഹു നിനക്ക് നല്ലത് ഇനിയും തരട്ടെ എന്ന ദുആ മാത്രം. അതെനിക്ക് കിട്ടിയില്ലല്ലോ എന്ന മനസ്സിൽ ഒരു പ്രയാസമില്ല. ഈ രൂപത്തിൽ ഹൃദയമുള്ള ആളുകൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സൽസ്വഭാവം അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മിലുള്ള മോശ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. മറ്റുള്ളവരാൽ ചിലപ്പോൾ നമ്മൾ തിരുത്തപ്പെടും. ഓക്കെ, ആ സ്വഭാവം അത് ശരിയായ രീതിയല്ല. പലരും നമ്മളോട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം, നമ്മളത് ഉൾക്കൊള്ളണം, ശരിയാ, അതെനിക്ക് മാറ്റണം. മെല്ലെ ചിലപ്പോൾ പെട്ടെന്നൊന്നും ആയിക്കോണമെന്നില്ല. ഓരോരുത്തരുടെ രീതിക്കാരാണ്. ഖുർആനും ഹദീസും നമ്മളെ മാറ്റിക്കൊണ്ടേയിരിക്കണം. ഒരു ഹദീസ് നമ്മൾ 1000 പ്രാവശ്യം കേട്ട ഹദീസാണ്, പക്ഷെ 1001 പ്രാവശ്യം കേട്ടപ്പോഴാണ് ആ ഹദീസ് ക്ലിക്കാവുക. അതുകൊണ്ട് നമ്മൾ പറയുന്നത് കേൾക്കണം, കേട്ടുകൊണ്ടേയിരിക്കണം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഇതന്ന് പറഞ്ഞല്ലേ?
പറഞ്ഞുകൊണ്ടേയിരിക്കണം, കേട്ടോണ്ടേയിരിക്കണം. ദീൻ നമ്മളെ മാറ്റുന്നത് കൊണ്ടാണ്. ഖുർആൻ നമ്മളെ മാറ്റുന്നത് എപ്പോഴാണ്? അത് കേട്ടുകൊണ്ട്. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ ചിന്തയോടെ കേൾക്കുന്നതാണ് ഇസ്തിമാ എന്ന് പറയാം. അങ്ങനെ ശ്രദ്ധയോടെ ചിന്തയോടെ തദബ്ബുർ, അതിനാണ് ഇസ്തിമാ എന്ന് പറയാം. മറ്റേത് സമഅ എന്ന് പറയാം, കേൾക്കുക. ഖുർആൻ നമ്മളോട് ഖുർആനെ കേൾക്കാൻ പറഞ്ഞത് എങ്ങനെയാണ്? ഫസ്തമിഊ ലഹ്, ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ അത് ഇസ്തിമാ ചെയ്യണം. ഇസ്തിമാ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ കേൾക്കണം. എന്തിനോടൊപ്പം? തദബ്ബുർ, ചിന്തിച്ചുകൊണ്ട് കേൾക്കണം. അതുകൊണ്ടാണ് ഖുർആനും ഹദീസും നമുക്ക് ഫലം ചെയ്യാത്തത്. നമ്മൾ വെറുതെ ഇങ്ങനെ കേട്ടു കൊടുക്കണം. ഇങ്ങനെ ഹദീസുകൾ പറയുന്നുണ്ട്, ആയത്തുകൾ പറയുന്നുണ്ട്, ഇങ്ങനെ കേൾക്കുന്നു. ആ ആയത്തിലേക്ക് അങ്ങ് നമ്മൾ ഇറങ്ങുന്നില്ല. ഒരു ചിന്തയും ആ ആയത്തുമായി ബന്ധപ്പെട്ട് പോകുന്നില്ല. അതിന്റെ മേലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വഭാവം നമ്മളെ മാറ്റണം. സ്വഭാവം മാറ്റമുണ്ടാവണം നമ്മുടെ സ്വഭാവത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്ത ആളുകൾ, എന്നോട് ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ വഅഖറബിക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്ന ആളുകൾ, എന്നോട് ഏറ്റവും ഇഷ്ടം വെക്കുന്ന ആളുകൾ, അല്ലാഹു റസൂൽ പറയാണ്, എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്ന ആളുകൾ ആരാണ്? അഹ്സനുഹും ഖുലുഖാ, അവരിൽ ഏറ്റവും നല്ല സ്വഭാവക്കാരനാണ്. ഏറ്റവും നല്ല സ്വഭാവക്കാരൻ ഖിയാമത്ത് നാളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തായിരിക്കും. അതോടൊപ്പം ഹദീസിൽ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നിൽ നിന്നും വിദൂരത്തിരിക്കുന്നവൻ, എന്നിൽ നിന്നും എനിക്ക് ദേശമുള്ള ആള് ആരാണ്? അല്ലാഹു റസൂൽ പറഞ്ഞു, അസ്സർസാറൂൻ വൽ മുതഫൈഹിഖൂൻ വൽ മുതശദ്ദിദൂൻ വൽ മുതഫൈഹിഖൂൻ. മൂന്നാളെ പറഞ്ഞു. മൂന്നാളും ഒരേ കാറ്റഗറിക്കാരാണ്. പക്ഷെ ഇതിൽ വ്യത്യാസമുണ്ട്. എന്താണ്? അൽ അസ്സർസാർ എന്ന് പറഞ്ഞ വായാടി, ആവശ്യമില്ലാതെ വെറുതെ സംസാരിച്ചോണ്ടിരിക്കുക. സർസാറൂൻ. മുതശദ്ദിദൂൻ എന്ന് പറഞ്ഞാൽ ആളുകളെ കുറച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കുക. ആള് സംസാരിക്കാൻ തുടങ്ങിയാൽ ഓനിക്ക് ആ കുറവ്, അങ്ങനെ ആളുകൾ വെറുതെ ഓരോരുത്തരുടെ അല്ലെ, ചില ആളുകളുണ്ട്, വലിയ ഫിത്നയാണത്, അതാവാണത്. വെറുതെ എന്തെങ്കിലും കളിയാക്കിക്കൊണ്ടോ പരിഹസിച്ചുകൊണ്ടോ ആളുകളെ, നമ്മളൊക്കെ ഓക്കെയാണ്, ബാക്കി എല്ലാവരും മോശക്കാർ, ബാക്കി ആരും ശരിയല്ല, ഓന്റെ സ്വഭാവം ഇങ്ങനെ, ഇവന്റെ സ്വഭാവം ഇങ്ങനെ, ഓനിക്കതിങ്ങനെ, ഓനിക്ക് ഞാൻ എങ്ങനെ എന്നുള്ളതൊന്നും സംസാരത്തിലില്ല. മുതശദ്ദിദൂൻ. മൂന്നാമത്തെ അല്ലാഹു റസൂൽ പറഞ്ഞു മുതഫൈഹിഖൂൻ. എന്നിട്ട് സഹാബാക്കൾ ചോദിച്ചു, എന്താണ് നബി മുതഫൈഹിഖൂൻ എന്ന് പറഞ്ഞാൽ? അല്ലാഹു റസൂൽ വിശദീകരിച്ചു, അൽ മുതകബ്ബിറൂൻ, കിബ്റന്മാർ, അഹങ്കാരികൾ. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കൊച്ചായിട്ട് കാണുക, ഹഖിനെ അംഗീകരിക്കാതിരിക്കുക. കിബ്റിന്റെ ലക്ഷണം അതാണ്. ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ അത് സത്യമാണ്, അംഗീകരിക്കില്ല. ഞാൻ പറഞ്ഞെടുത്ത കാര്യം അംഗീകരിക്കാനുള്ള മനസ്സുണ്ടാവില്ല. അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. പിന്നെ ജനങ്ങളെ കുറവായി കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല സ്വഭാവക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. നമുക്ക് ഓരോ സ്വഭാവത്തെക്കുറിച്ചും ഇൻഷാ അല്ലാഹ് വിശദീകരിക്കണം. ഇസ്ലാം പഠിപ്പിച്ച ഓരോ സ്വഭാവം, അത് ഓരോന്നും അതെങ്ങനെ ഉണ്ടാവണം, എങ്ങനെ ഉണ്ടാക്കണം, അതിൻ്റെയൊക്കെ ഗുണങ്ങൾ എന്താണ്, അതില്ല എങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് സംസാരിക്കണം. നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. നിർബന്ധ ബുദ്ധിയാ നമ്മൾ മാറ്റിക്കൊണ്ടേയിരിക്കണം. മരിക്കുന്നതിന് മുമ്പ് നല്ല ഒരു വ്യക്തിയായിട്ട് മരിക്കണം. കുടുംബക്കാർക്ക് വേണ്ടപ്പെട്ടവൻ, അയൽവാസികൾക്ക് വേണ്ടപ്പെട്ടവൻ, നാട്ടുകാർക്ക് വേണ്ടപ്പെട്ടവൻ, അങ്ങനെ ആളുകൾക്ക് ഇഷ്ടമുള്ള ആളായി നമ്മൾ മാറിയാൽ അള്ളാഹു ഇഷ്ടപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. أقول قولي هذا وأستغفر الله لي ولكم ولجميع المسلمين والمسلمات واستغفروه إنه هو الغفور الرحيم. السلام عليكم ورحمة الله وبركاته.